ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം പറയാനാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലാണെങ്കിൽ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ബ്രഹ്മപുരം കത്തിയതിന് ശേഷം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സ്ഥിരമായിട്ട് കളക്ട് ചെയ്യുന്ന പ്രക്രിയ വളരെ അവതളത്തിലായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പലർക്കും ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് നടക്കാത്തത് കൊണ്ടാണ് പലരും കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അപ്പോൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് മൂലം പ്ലാസ്റ്റിക് കത്തുന്നത് കൊണ്ടുണ്ടാകുന്ന ഡയോക്സിൻ കാരണം ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക ദയവായിട്ട്. ഹരിതകർമ്മ സേന എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സേന ഉണ്ട്. നമ്മുടെ കുടുംബശ്രീയിലെ ചേച്ചിമാരെല്ലാം കൂടിയിട്ടുള്ളതാണ്. മാസം വെറും 50 രൂപ കൊടുത്താൽ മതി. അവർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിൽ തന്നെ നല്ല പ്ലാസ്റ്റിക് ഉണ്ട്, ചീത്ത പ്ലാസ്റ്റിക് ഉണ്ട്. നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുണ്ട്. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് ഭൂരിഭാഗം റീസൈക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വൈറ്റ് കളറുള്ള കവറുകൾ, തുണി വാങ്ങുന്ന കവറുകൾ, വെള്ളത്തിൻ്റെ കവറുകൾ, വാട്ടർ ബോട്ടിൽസ്, കുപ്പികൾ, തെർമോക്കോൾ, ഇതെല്ലാം റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്.